ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ എപ്പോഴെങ്കിലും ആശ്ചര്യപ്പെടുത്തുന്നുണ്ടോ? അവരുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം അവരുടെ പേര് നിങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നതിൻ്റെ ചില സൂക്ഷ്മമായ സൂചനകൾ നിങ്ങൾ തിരഞ്ഞെടുത്തേക്കാം. ഈ വീഡിയോയിൽ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്ന ഏറ്റവും സാധാരണമായ 7 അടയാളങ്ങൾ ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു. അടയാളങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രത്തെക്കുറിച്ചും അവ നമ്മെ മറ്റുള്ളവരുമായി ആഴത്തിലുള്ള വഴികളിലേക്ക് എങ്ങനെ ബന്ധിപ്പിക്കാമെന്നും ഞങ്ങൾ പരിശോധിക്കും. അടയാളം 1. ആശയവിനിമയം നടത്താനുള്ള വിശദീകരിക്കാനാകാത്ത ത്വര. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും സാധാരണമായ അടയാളങ്ങളിലൊന്ന് അവരുമായി ആശയവിനിമയം നടത്താനുള്ള വിശദീകരിക്കാനാകാത്ത പ്രേരണയാണ്. നിങ്ങൾ കുറച്ച് സമയത്തേക്ക് സംസാരിച്ചില്ലെങ്കിലും ടെക്സ്റ്റ് ചെയ്യാനോ വിളിക്കാനോ സന്ദേശം അയക്കാനോ ഉള്ള പെട്ടെന്നുള്ള ആഗ്രഹമായി ഈ ആഗ്രഹം പ്രകടമാകാം. അവരുടെ ചിന്തകൾ നിങ്ങളെ അവരിലേക്ക് ആകർഷിക്കുന്നതുപോലെ നിങ്ങൾക്ക് അവഗണിക്കാനാകാത്ത ഊർജ്ജസ്വലമായ ഒരു ബന്ധം സൃഷ്ടിക്കുന്നു. അടയാളം 2. അവരുടെ പേര് പതിവായി കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നു. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു സാധാരണ അടയാളം അവരുടെ പേര് പതിവായി കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നു. സംഭാഷണത്തിൽ മറ്റാരെങ്കിലും അവരുടെ പേര് പരാമർശിക്കുന്നത് കേൾക്കുക. പുസ്തകത്തിലോ മാസികയിലോ അവരുടെ പേര് കാണുക. എന്നിങ്ങനെ അപ്രതീക്ഷിതവും ക്രമരഹിതമായി തോന്നുന്നതുമായ സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കാം. അല്ലെങ്കിൽ അതൊരു ബിൽ ബോർഡിൽ പോലും നിങ്ങൾക്ക് കാണാം. അടയാളം 3. അവയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക മണം അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പരിചിതമായ ഒരു ഗന്ധം പെട്ടെന്നുണ്ടായിട്ടുണ്ടോ? അത് നിങ്ങളെ ഒരു പ്രത്യേക ഓർമ്മയിലേക്കോ സ്ഥലത്തേക്കോ ഉടനടി കൊണ്ടുപോകുന്നുണ്ടോ? ആഴത്തിലുള്ള വികാരങ്ങളെയും സഹവാസങ്ങളെയും ഉണർത്താനുള്ള വാസനയുടെ ശക്തിയാണിത്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു സാധാരണ അടയാളം കൂടിയാണിത്. ഈ സുഗന്ധം അവർ ധരിക്കുന്ന ഒന്നായിരിക്കാം. അവരെ നിങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും. അടയാളം 4. അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലുകൾ. ഒരാളുടെ പേരോ മണമോ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നത് ഒരു കാര്യമാണ്. പക്ഷേ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ അവരിലേക്ക് ഓടിക്കയറുന്നത് മറ്റൊന്നാണ്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുന്നു എന്നതിൻ്റെ ശക്തമായ അടയാളമാണ് അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലുകൾ. പ്രപഞ്ചം നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഗൂഢാലോചന നടത്തുന്നതായി തോന്നുന്നു. നിങ്ങളുടെ പാതകൾ ഏതാണ്ട് അസ്വാഭാവികമായി തോന്നുന്ന വിധത്തിൽ വിന്യസിക്കുന്നു. അടയാളം 5. അവരെക്കുറിച്ചുള്ള ഭ്രാന്തമായ ചിന്തകൾ. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിൻ്റെ അഗാധമായ അടയാളം അവരെക്കുറിച്ചുള്ള ഭ്രാന്തമായ ചിന്തകളുടെ അനുഭവമാണ്. ഈ ചിന്തകൾ നിഷേധാത്മകമായിരിക്കില്ല, പക്ഷേ അവ ഇപ്പോഴും തടസ്സപ്പെടുത്തുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചെടുക്കുകയും ചെയ്യും. ഇത് അവരുടെ ഊർജം നിങ്ങളുടേതുമായി ലയിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. നിങ്ങൾക്ക് ഇളക്കാൻ കഴിയാത്ത ശക്തമായ വൈകാരിക ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. അവരെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള സ്വപ്നങ്ങൾ. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ജാലകമാണ്. അവയ്ക്ക് പലപ്പോഴും നമ്മുടെ ആഴത്തിലുള്ള ചിന്തകളിലേക്കും വികാരങ്ങളിലേക്കും സൂചനകൾ ഉൾക്കൊള്ളാൻ കഴിയും. നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് നിരന്തരം സ്വപ്നം കാണുന്നുവെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുന്നു എന്നതിൻ്റെ ശക്തമായ സൂചനയാണിത്. അവരുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു മാർഗമായി നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്നതായി തോന്നുന്നു. ഊർജത്തിൽ പെട്ടെന്നുള്ള മാറ്റം. ഊർജത്തിൽ പെട്ടെന്നുള്ള മാറ്റം ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കാം.
ഇത് ഒരു മാനസികാവസ്ഥയിലെ പെട്ടെന്നുള്ള ഉയർച്ചയോ വിശദീകരിക്കാനാകാത്ത ക്ഷേമത്തിൻ്റെ വികാരമോ അല്ലെങ്കിൽ വിപരീതമോ ആകാം. പെട്ടെന്നുള്ള ഊർജം കുറയുകയോ വിഷാദം അനുഭവപ്പെടുകയോ ചെയ്യാം. ഈ ഊർജ വ്യതിയാനങ്ങൾ മറ്റൊരാളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും അനുരണനം മൂലമാണ് ഉണ്ടാകുന്നത്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിൻ്റെ ഈ അടയാളങ്ങൾ ക്രമരഹിതമായ ഉറപ്പുകൾ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരുമായി പങ്കിടുന്ന അഗാധമായ ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്നുള്ള സൂക്ഷ്മമായ സന്ദേശങ്ങളാണ് അവ. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഈ അടയാളങ്ങളിലൊന്ന് അനുഭവിക്കുമ്പോൾ ആലോചിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന്. നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും നിങ്ങൾക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു തരംഗ പ്രഭാവമുണ്ടെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്നുള്ള മൃദുലമായ ഒരു സന്ദേശമായിരിക്കാം അത്. ഒരാൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ 2 കാരണങ്ങൾ ഇവിടെയുണ്ട്. കാരണം നിങ്ങൾ അവരോട് വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒരാളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായി കൂടുതൽ പ്രണയത്തിലാകാൻ സാധ്യതയുണ്ട്. ആ വ്യക്തി നിങ്ങളിൽ ശക്തമായ വൈകാരിക പ്രതികരണം സൃഷ്ടിക്കുന്നു. ബന്ധത്തിൽ ചില അറ്റാച്ച്മെൻറ്റ് ആരോഗ്യകരവും സാധാരണവുമാണ്. എന്നാൽ അമിതമായ അറ്റാച്ച്മെൻറ്റ് എല്ലാ കഷ്ടപ്പാടുകളുടെയും ഉറവിടമാണ്. അതിനാൽ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നതെല്ലാം ഉപേക്ഷിക്കാൻ സ്വയം പരിശീലിക്കുക. നിങ്ങളുടെ മനസ്സ് ശക്തമായ കാന്തമാണ്. നിങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു. നിങ്ങൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങൾ പ്രശ്നങ്ങളെ ആകർഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങൾക്കും ആ വ്യക്തി നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരാളെ അകറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ കാരണം അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. അതിനാൽ എല്ലായ്പ്പോഴും നല്ല ചിന്തകൾ വളർത്തിയെടുക്കുകയും പോസിറ്റീവും ശുഭാപ്തി വിശ്വാസവും പുലർത്തുകയും ചെയ്യുക. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ലഭിക്കും. കണ്ടതിന് നന്ദി. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചനയിൽ നിങ്ങൾ ഈ വീഡിയോ ആസ്വദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.